വിവോയുടെ വിവോ V30 ലൈറ്റ് എന്ന പുതിയൊരു ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മുമ്പ് മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിൽ ഒരു വെർഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പുതിയൊരു വെർഷനാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സ്പെസിഫിക്കേഷനിൽ പല മാറ്റങ്ങളും വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V30 ലൈറ്റ് 5G എന്ന ഫോണിൻ്റെ പുതിയ വെർഷനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഏകദേശം 91.9% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1200 നിറ്റ്സ് ആണ്. ഏകദേശം ഇതിനടുത്ത് വരുന്ന ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് പഴയ വിവോ V30 ലൈറ്റ് എന്ന സ്മാർട്ട് ഫോണിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 185.5 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 7.79 mm ആണ്. IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലെതർ പർപ്പിൾ അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പഴയ വെർഷനിൽ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. എന്തായാലും പുതിയ വെർഷനിൽ പ്രോസസ്സറിൽ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 25,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ അത്ര മികച്ചൊരു പ്രോസസ്സറാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചുള്ള പ്രോസസ്സറൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ് എന്ന് പറയാം. പക്ഷേ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള പ്രോസസ്സർ അല്ല. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 12 GB റാം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 256 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. അതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 12 GB റാമും കൂടി എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഴയ വെർഷനിൽ 64 MP മെയിൻ ക്യാമറ സെൻസറൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ പുതിയ വെർഷനിൽ സെൻസറിൽ മാറ്റം വരുന്നുണ്ട്. പിന്നെ ഇതിലൊരു ഫ്ലിക്കർ സെൻസറും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. പഴയ വെർഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 50 MP സെൽഫി ക്യാമറയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ 8 MP സെൻസറേ വരുന്നുള്ളൂ. പക്ഷേ ബാറ്ററിയുടെ കാര്യത്തിൽ അപ്ഗ്രേഡ് വരുന്നുണ്ട്. 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഴയ വെർഷനിൽ 4800 mAh ബാറ്ററി 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വന്നിട്ടുള്ളൂ. ആ ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ Type C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിലൊന്നും ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ സൗദി പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സൗദിയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 25,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഓൺ പേപ്പർ തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. എന്നാലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സെൽഫി ക്യാമറ അവർക്ക് കൊടുക്കായിരുന്നു. പിന്നെ തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അപ്പം 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ അത്ര മികച്ചൊരു ഫോണാണ് എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടൊരു ഫോൺ എന്നേ പറയാൻ പറ്റുള്ളൂ മൊത്തത്തിൽ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ചിലപ്പോഴേ ലോഞ്ച് ചെയ്യുള്ളൂ. ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിൽ Y200 E5G എന്ന സ്മാർട്ട് ഫോണൊക്കെ അവൈലബിൾ ആണ്. അതിൽ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഡിസ്പ്ലേ ഫീച്ചേഴ്സും സെയിം ആയിട്ടുള്ള പ്രോസസ്സറൊക്കെ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ക്യാമറയുടെ കാര്യത്തിലും ബാറ്ററിയുടെ കാര്യത്തിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. പിന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കുറയാനും ചാൻസ് ഉണ്ട്. ചിലപ്പം ഈ ഫോണിൻ്റെ വില ഒരു 22,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വിവോ V30 ലൈറ്റ് 5G എന്ന സ്മാർട്ട് ഫോണിൻ്റെ പുതിയൊരു വെർഷൻ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.